ബി.ജെ.പി. മുന്നിലെത്തിയ മണ്ഡലങ്ങളിലെ അജ്ഞാത വോട്ടർമാരെക്കുറിച്ച് കോൺഗ്രസ് താഴെത്തട്ടിൽ പഠിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം.പി. ബി.ജെ.പി. അജണ്ട കേരളത്തിൽ നടപ്പായിട്ടുണ്ടെങ്കിൽ ആരാണ് അവർക്ക് ഒത്താശ ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. സംസ്ഥാനത്തും ബി.ജെ.പി. അജണ്ട ഉണ്ടെങ്കിൽ ഗുരുതരമാണ്. തുടർ നടപടികളിലേക്ക് കോൺഗ്രസും നീങ്ങുമെന്നും ഷാഫി പറമ്പിൽ മീഡിയ വണ്ണോട് പറഞ്ഞു. ഈ SIR നിന്ന് പുറത്താക്കപ്പെടുന്ന 22.5% പേർ ഏറ്റവും കൂടുതൽ ബി.ജെ.പി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രണ്ടാം സ്ഥാനത്തെത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നൊരു വാർത്ത എന്ന് പുറത്തുണ്ട്. അതിനെങ്ങനെയാണ്? ഞങ്ങൾ ഏറ്റവും താഴെത്തട്ട് വരെ അത് കൃത്യമായി പഠിക്കാനും അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാനും ഇന്നലെ കഴിഞ്ഞ ദിവസം KPC കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഇടയിൽ തന്നെ ഇത് നടത്തണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർബന്ധത്തിനെതിരായി നിയമപോരാട്ടം ഉൾപ്പെടെ നടത്താൻ ശ്രമിച്ചതാണ് പാർട്ടി. അപ്പം ഇന്നലെ കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു. കോർ കമ്മിറ്റിയിൽ സ്ട്രോങ് ആയി തന്നെ ഗ്രൗണ്ട് ലെവലിലെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ടോന്ന്. രണ്ട്, ഈ എക്സസൈസിന്റെ പിന്നിൽ അജണ്ടകളെ രാജ്യമെമ്പാടും കോൺഗ്രസ് തുടക്കത്തിലെ തുറന്നു കാണിക്കുന്നതാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി തുടക്കം മുതൽ പറയുന്നത് ഇതിനെ വോട്ട് ചോരി എന്ന് തന്നെ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ജനാധിപത്യ അവകാശത്തെ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കവരാനുള്ള മാർഗം ഒരുക്കുക എന്നുള്ളതാണ് ബി.ജെ.പി. അജണ്ട. ആ ബി.ജെ.പി. അജണ്ട കേരളത്തിലും നടപ്പിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ആ ശ്രമങ്ങൾ കൂട്ടാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാരാണെന്ന് പരിശോധിക്കണം. അങ്ങനെ ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകളിൽ പറഞ്ഞ പോലെ ഞങ്ങൾ താഴെത്തട്ടുന്ന ഡീറ്റെയിൽസ് എടുക്കാൻ പോകുന്നു, എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബി.ജെ.പി. അനുകൂലമായിട്ടുള്ള നീക്കങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് അജ്ഞാതരായ ആളുകളെ സംബന്ധിച്ച് വരെ വോട്ടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പൊ ഇത് അങ്ങേയറ്റം തെരഞ്ഞെടുപ്പിനെ ഈ പ്രക്രിയ